Dear students, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബിസിനസ് സ്കില്ലുകൾ അതേപോലെ തന്നെ ഒരു പ്രൊഫഷണലിന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് സോഫ്റ്റ് സ്കില്ലുകളും ഹാർഡ് സ്കില്ലുകളും. സ്കില്ലുകളെ തന്നെ, അതായത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവുകളെ രണ്ട് തരത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് സോഫ്റ്റ് സ്കില്ലും അതേപോലെ തന്നെ ഹാർഡ് സ്കില്ലുമാണ്. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്ന് പറയുന്ന അതേ മോഡൽ തന്നെയാണ്. സോ ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതായത് സിമ്പിളായിട്ട് ബൈ അക്കാദമിക് ക്വാളിഫിക്കേഷൻസോ അതുപോലെ തന്നെ നമ്മളുടെ ഏതെങ്കിലും ടെക്നിക്കൽ നോളജോ ഇതൊക്കെ ഹാർഡ് സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് നമുക്ക് പുറമേ കാണിക്കാൻ നമ്മൾ ആ കഴിവുകളെ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ബൈ സർട്ടിഫിക്കറ്റ്സിലൂടെയോ നമ്മളെ ഡിഗ്രിയിലൂടെയൊക്കെ. പക്ഷേ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. സോഫ്റ്റ് സ്കിൽ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലുള്ളതാണ്. അതൊരു വ്യക്തിയോട് നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മളുടെ കഴിവ്, നമ്മുടെ പ്രാപ്തി, എക്സലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും സോഫ്റ്റ് സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും എന്താണ്, അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ തന്നെ അഗെയിൻ രണ്ട് തരത്തിൽ വരും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ ഏതൊക്കെയാണ് ബിസിനസ്സിനായിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാർഡ് സ്കിൽ എന്താണെന്ന് നോക്കാം. Hard skills are learned abilities acquired and enhanced through practice, repetition and education. നമുക്ക് എഡ്യൂക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു കാര്യം റിപ്പീറ്റായി ചെയ്യുന്നതിലൂടെയോ നമ്മളെ പ്രാക്ടീസിലൂടെയോ നേടിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സ്കില്ലുകൾ തന്നെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേൺഡ് എബിലിറ്റീസ് ആണ്, നമ്മൾ പഠിച്ച് നേടിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതോ ആയിട്ടുള്ള എബിലിറ്റീസിനെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റ് ത്രൂ എന്തിലൂടെയാണ് പ്രാക്ടീസ്. നമ്മളൊരു കാര്യം ചെയ്ത് പ്രാക്ടീസിലൂടെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് മനസ്സിലാക്കുന്നില്ല, ആ കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലുകളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർഡ് സ്കില്ലാണ്, നിങ്ങളത് പഠിച്ച് നേടിയെടുക്കുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു കാര്യത്തിന് 2-3 വട്ടം ചെയ്യുമ്പോൾ നമ്മൾ എന്തിലാകും, അതിൽ കുറച്ചും കൂടി എക്സ്പേർട്ട് ആവും, നമ്മളെ സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ട് വരും. അത്തരത്തിലുള്ള സ്കില്ലുകളെല്ലാം ഹാർഡ് സ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഹാർഡ് സ്കിൽസ് ആർ എസെൻഷ്യൽ ബിക്കോസ് ദേ ഇൻക്രീസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ആൻഡ് സബ്സിക്വൻ്റ്ലി ഇംപ്രൂവ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഹാർഡ് സ്കിൽസും ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഹാർഡ് സ്കില്ലും അതേപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും ഒരു പ്രൊഫഷണലിന് വേണ്ടത് സോഫ്റ്റ് സ്കില്ലുകളാണ് കൂടുതലായിട്ട് വേണ്ടതെങ്കിൽ പോലും ഹാർഡ് സ്കിൽസും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാൻ പഠിച്ച സർട്ടിഫിക്കറ്റ്സുകളും എന്തുണ്ട് ഇന്ന് വാല്യൂ ഉള്ള കാര്യം തന്നെയാണ്. സോ അത്തരത്തിൽ ഒരു ഹാർഡ് സ്കില്ല് നേടിയെടുക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി, അയാളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ അയാളുടെ ജോബ് എന്താണോ ആ ചെയ്യുന്ന ജോലിയെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും അതിൽ കൂടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ, സർവീസ് ആണെങ്കിൽ സർവീസ്, എന്തോ ആയിക്കോട്ടെ ആ ചെയ്യുന്ന വർക്കിനെ കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാനും അയാൾക്ക് സാധിക്കും. അതേപോലെ തന്നെ അയാളുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന കാര്യത്തിനെ കാര്യക്ഷമമായിട്ട് ചെയ്യാനുള്ള കഴിവ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ഇംപ്രൂവ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇത് എന്തെങ്കിലും കാരണമാകും, സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു കാര്യം ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള വേയിലൂടെയാണ്, മറ്റുള്ളവർ അതിനെ പ്രശംസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഒരു ഹാർഡ് സ്കിൽ ഉണ്ടാവുന്നതിലൂടെ ഏതൊരു എംപ്ലോയി ആണെങ്കിലും ഏതൊരു പ്രൊഫഷണൽ ആണെങ്കിലും എന്തുണ്ടാവും, അയാളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ അയാളുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും, അയാൾ സാറ്റിസ്ഫൈഡ് ആവും. സോ ഹാർഡ് സ്കില്ലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലേൺഡ് എബിലിറ്റീസ് ആണ് ത്രൂ പ്രാക്ടീസ്, റെപ്പിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു കാര്യം എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ത്രൂ പ്രാക്ടീസിലൂടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും തോറും, അതേപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷനിലൂടെ നേടിയെടുക്കുന്ന എബിലിറ്റീസ് അല്ലെങ്കിൽ സ്കില്ലിനെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സോഫ്റ്റ് സ്കില്ലാണ്. സോഫ്റ്റ് സ്കിൽ അപ്പോൾ എന്തായിരിക്കും, ഒരാളുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹെറിൻറ്റ് ക്വാളിറ്റീസ് ആണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ വാരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസിനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, ഇൻഹെറിൻറ്റ് സോഷ്യൽ സ്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് നീഡഡ് ഫോർ സക്സസ് ഓൺ ദ ജോബ്. ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് പേഴ്സണലി ഉണ്ടാവേണ്ട, അയാളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചില സ്വഭാവ സവിശേഷതകളൊക്കെയാണ് ഇതിൽ വരുന്നത്, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ജോലി നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സോഫ്റ്റ് സ്കില്ലിൻ്റെ പാട്ട് തന്നെയാണ്. ടൈം മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി, അത് അയാളുടെ ഉള്ളിലുണ്ടാവുന്നതാണ്. വർക്ക് തന്നു കഴിഞ്ഞാൽ അത് നാളെ ചെയ്യാം എന്നുള്ളതൊരു മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ആ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ചെയ്യുക എന്നുള്ളതും മറ്റൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അതിന് സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം, കാരണം അയാളുടെ ഉള്ളിലുള്ളൊരു എബിലിറ്റിയാണത്. നമ്മളൊരു തരുന്നൊരു വർക്കിനെ ഓൺ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ള അയാളുടെ ഒരു എന്താ പറയുക, ഒരു മെൻ്റൽ ആയിട്ട് ആൾക്കാർ തോന്നുന്നൊരു ഫീലിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ് സ്കില്ലിൽ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് നമുക്ക് പഠിച്ച് നേടാൻ പറ്റുന്നതാണെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു
പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിലും പാനിക് ആവാതെ ആ ഒരു പ്രോബ്ലത്തിന് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരാളെ സോഫ്റ്റ് സ്കില്ലാണ്, അയാളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ്. കാരണം അയാൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് അയാൾക്കറിയാം. പക്ഷേ എല്ലാവർക്കും ആ എബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് ഒരാൾക്ക് ആ എബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. സോ അത്തരത്തിലൊരു വ്യക്തിയുടെ ഇൻഹെറിൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ്, അല്ലെങ്കിൽ ഉള്ളിലുണ്ടാവേണ്ട, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഫ്റ്റ് സ്കിൽസ് ക്യാരക്ടറൈസ് ഹൗ എ പേഴ്സൺ ഇൻട്രാക്ട് ഇൻ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറ്റുള്ളവർ നമ്മൾ പറഞ്ഞു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അത്തരത്തിൽ ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ ഇതിൽ വരുന്നതാണ്, ഈ സോഫ്റ്റ് സ്കില്ലിൽ പാർട്ടാണ്. ഒരാളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയോട് ബിഹേവ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ്, വളരെ എമ്പത്തറ്റിക്കലി ആയിട്ടാണെങ്കിൽ അതെന്താണ്, നിങ്ങളുടെ ഒരു സ്കില്ലാണ്. അതല്ല നേരെ തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര ഹാർഡായിട്ട് ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് എന്താണ്, അതും സോഫ്റ്റ് സ്കില്ലിൻ്റെ പാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു വ്യക്തിയോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമുക്ക് തരുന്ന വർക്ക് എങ്ങനെ ചെയ്ത് തീർക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്കില്ലുകളാണുള്ളത്, ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനങ്ങളിലൂടെ അല്ലെങ്കിൽ ചെയ്ത് ഒരു പ്രവൃത്തി റിപ്പീറ്റായി ചെയ്യുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഓക്കെ, അതൊരാളെ പുറമേ കാണുന്ന അല്ലെങ്കിൽ അയാൾക്കൊരു സർട്ടിഫിക്കറ്റിലൂടെയോ ഒരു ഡിഗ്രിയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് കമ്പ്യൂട്ടർ നോളജ്, അതൊരു ഹാർഡ് സ്കില്ലാണ്. അയാൾ എന്താണ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ ആ കാര്യം ചെയ്തിട്ടോ അയാൾ ഇത് പഠിച്ച് വെച്ചിട്ടുള്ള ആൾക്ക് അറിഞ്ഞിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ ഈസി ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നമുക്ക് പഠിച്ച് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. പകരം ഒരാൾ എന്ത് ചെയ്യണം, അയാൾ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലൂടെയും മറ്റും നേടിയെടുക്കുന്ന ഒരു സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഫ്റ്റ് സ്കിൽ മേ ക്ലാസിഫൈഡ് ഇൻ ടു ആർ പേഴ്സണൽ സ്കിൽ ആൻഡ് സോഷ്യൽ സ്കിൽ. ഓക്കെ, സോഫ്റ്റ് സ്കില്ലിന് തന്നെ അഗെയിൻ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ സ്കില്ലും അതേപോലെ തന്നെ സോഷ്യൽ സ്കില്ലും. പേഴ്സണൽ സ്കിൽ എന്താണ്, സോഷ്യൽ സ്കിൽ എന്താണെന്ന് നോക്കാം. പേഴ്സണൽ സ്കിൽസ് ആർ ദ capacity and desire to continue to learn and the ability to plan and achieve goals. ഒരു കാര്യത്തിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു ഗോൾ നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, ഒരു കാര്യം എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെയാണ് പേഴ്സണൽ സ്കില്ലിൻ്റെ ഭാഗം. ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്കില്ലാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ളൊരു കാര്യത്തിന് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളൊരു ഒരുപാട് ചോയ്സിൽ നിന്നൊരു കാര്യം തീരുമാനം എടുക്കുന്നത് പേഴ്സണൽ സ്കില്ലാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് തീർക്കുന്നത് എന്നുള്ളതാണ് പേഴ്സണൽ സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആൻഡ് സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സോഷ്യൽ സ്കിൽ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കുറച്ചുകൂടി സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോഷ്യൽ സ്കില്ലിൽ വരുന്നത്. ഓക്കെ, സോഷ്യൽ സ്കിൽ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ലിസണിങ് കേപ്പബിലിറ്റി, നെഗോസിയേഷൻ, നെറ്റ്വർക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അസർട്ടീവ്നെസ് എക്സെട്ര. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അവരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത്. അത് ഒരുപാട് ആളുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ അവിടെ എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്തിൽ വരുന്നതാണ്, ഒരാളുടെ സോഷ്യൽ സ്കില്ലിൽ വരുന്നതാണ്. അപ്പോൾ സോഷ്യലി ഇൻവോൾവ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് സോഷ്യൽ സ്കില്ലും, അതേപോലെ തന്നെ ഒരു സിംഗിൾ പേഴ്സണായി നിന്നുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് പേഴ്സണൽ സ്കില്ലിലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻഹെറിൻറ്റ് എബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഇൻഹെറിൻറ്റ് സോഷ്യൽ സ്യൂസ് ഓർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇൻബിൽറ്റ് ആയിട്ട് അയാളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട, അയാളുടെ പേഴ്സണാലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം. ഈ സോഫ്റ്റ് സ്കില്ലിനെ തന്നെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ സ്കില്ലെന്നും അതേപോലെ തന്നെ സോഷ്യൽ സ്കില്ലെന്നും. പേഴ്സണൽ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു സിംഗിൾ പേഴ്സണായി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ പേഴ്സൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ സ്കില്ലിൽ വരുന്നത്. ആൻഡ് സോഷ്യൽ സ്കില്ലിൽ വരുന്നത് ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികളുമായിട്ട് പെരുമാറുന്ന സമയത്ത് എങ്ങനെയാണ് അയാളുടെ ട്രെയ്റ്റ്സ് എങ്ങനെയാണ്, അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ സ്കില്ലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സ്കില്ല് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ആ വ്യക്തി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പേഴ്സണൽ സ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സിംഗിൾ പേഴ്സണായി നിന്നുകൊണ്ട് ആ വ്യക്തി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതാണ് സോഫ്റ്റ് സ്കില്ലിലെ രണ്ട് ക്ലാസിഫിക്കേഷൻസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഹാർഡ് സ്കില്ലിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്തൊക്കെയായിരുന്നു? നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ, നമുക്കൊരു ഡിഗ്രി കിട്ടുന്നത്, അതേപോലെ തന്നെ ടെക്നിക്കൽ നോളജ്, ഇതൊക്കെ എന്താണ് നമ്മളുടെ ഹാർഡ് സ്കില്ലിന് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹാർഡ് സ്കില്ലിൽ വരുന്നത്. സോഫ്റ്റ് സ്കില്ലിൽ അങ്ങനെയല്ല. ഓൾറെഡി നമ്മളൊരു പ്രൊഫഷണലിന് വേണ്ട സ്കില്ലുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് സോഫ്റ്റ് സ്കില്ലിലും വരുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഹാർഡ് സ്കില്ലിനേക്കാൾ കൂടുതലായിട്ട് സോഫ്റ്റ് സ്കില്ലുകളുള്ള ഒരു
ഒരു വ്യക്തിയായിരിക്കണം. അതിൽ വരുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. എന്ത് ചെയ്യുക, ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഈ ഒരു സോഫ്റ്റ് സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമ്മൾ 2-3 പോയിന്റുകൾ പറയുന്നത് മാത്രം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരാൾ വ്യക്തിയുടെ എബിലിറ്റി, പരസ്പരം ആളുകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി എന്താണ്, ഈ ഒരു സോഫ്റ്റ് സ്കില്ലിന് എക്സാമ്പിളാണ്. അതേപോലെ എമ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കുറച്ചും കൂടി എന്താ പറയുക, വലിയ സോഫ്റ്റായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതിന് നമ്മൾ അയാൾ പറയുന്നതൊക്കെ വെറുതെയാണ്, കള്ളത്തരാണ്, അങ്ങനത്തെ രീതിയിൽ എടുക്കാതെ അത് ശരിക്കും ഉള്ളതാണെങ്കിൽ അയാൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക. എമ്പത്തറ്റിക്കലി ആളുകളോട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് പോയിൻറ്റോട് മീൻ ചെയ്തത്. ദെൻ കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്കില്ല്, ശരിക്കും നമ്മൾ പറഞ്ഞ സോഫ്റ്റ് സ്കില്ലിലെ സോഷ്യൽ സ്കില്ലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് ഒക്കെ. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള വ്യക്തികളുണ്ടായിരിക്കും. അപ്പോൾ ചിലർക്ക് വർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നവരായിരിക്കും, ചിലർ അങ്ങനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നുള്ളവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എങ്ങനത്തെ ആളുകളാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളത് എന്ന് നോക്കി അത്തരത്തിൽ അവർക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും. അവരെ കോച്ച് ചെയ്തെടുക്കുക, അവർക്ക് വേണ്ട എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വരുന്നത് ആ സമയത്തൊക്കെ ഒരു മെൻറ്ററായിട്ട് അവർക്ക് നിന്നുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു സ്കില്ലിൽ പറയുന്നത്. ഓക്കെ, അതൊരു സോഫ്റ്റ് സ്കില്ലിനൊരു എക്സാമ്പിളാണ്. ദെൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സോഫ്റ്റ് സ്കില്ലിൽ തന്നെ പേഴ്സണൽ സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആണ്. സോഫ്റ്റ് സ്കില്ല് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, സോഷ്യൽ സ്കില്ലുണ്ട്, പേഴ്സണൽ സ്കില്ലുണ്ട്. അതിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പേഴ്സണൽ സ്കില്ലിൽ ഇൻക്ലൂഡ് ആണ്. നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, നമ്മൾ കാണുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി വൈഡായിട്ട് കാണാനും അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇൻക്രീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ദെൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യാം, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ്ലി അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടിവേഷൻ എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഒരു സോഫ്റ്റ് സ്കില്ലാണ്. എല്ലാ വ്യക്തികൾക്കും അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലർ മോട്ടിവേഷൻ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ചിലർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നിരുന്നു നമുക്ക് മോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി നെഗറ്റീവ് ആവുക അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പോസിറ്റീവ്ലി ആളുകളെ അപ്രോച്ച് ചെയ്യാനും അതേപോലെ തന്നെ അവർക്കൊരു പോസിറ്റീവ് എൻകറേജ്മെൻറ്റ് കൊടുക്കാനും കഴിവുണ്ടാവുക എന്നുള്ളത് മറ്റൊരു സോഫ്റ്റ് സ്കില്ലാണ്. ദെൻ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ആളുകളോട് സംസാരിക്കുന്ന രീതി തന്നെയാണ്. ഒരു കാര്യം ഒരാളടുത്ത് നിന്ന് നേടിയെടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നെഗോസിയേഷനിൽ വരുന്നത്. സോ അത്തരത്തിലുള്ളൊരു എബിലിറ്റി, അപ്പം മറ്റൊരാൾക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതേപോലെ തന്നെ അയാളെ ഒറ്റപ്പെടുത്തി നിർത്താതെ പകരം എന്ത് ചെയ്യുക, ഒരാൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇഷ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു നീഡ് വരുമ്പോഴൊക്കെ അവരെ കൂടെ നിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു കഴിവ്, അതാണ് നെഗോസിയേഷൻ എന്ന പോയിന്റോട് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ടൈം മാനേജ്മെൻറ്റ്, തന്നിട്ടുള്ള സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കുക. ബി ഓൺ ടൈം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു സമയം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഓഫീസിൽ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലാണെങ്കിൽ കോളേജിൽ വരിക, എന്നിട്ട് എന്താണ് ഇന്ന വർക്കുകൾ ചെയ്യേണ്ട സമയത്ത് അന്ന വർക്കുകൾ ചെയ്ത് തീർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ അസൈൻമെൻറ്റ് ടൈമിൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാം വരുമ്പോൾ ഒരു 3 ഹവേഴ്സിൻ്റെ എക്സാം അല്ലെങ്കിൽ 2.5 ഹവേഴ്സിൻ്റെ എക്സാം കറക്റ്റ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന ക്വസ്റ്റ്യൻസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളൊരു 5 മിനിറ്റ്സ് ആണ് വെക്കുന്നതെങ്കിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഒരു ഹാഫ് ആൻ അവർ വയ്ക്കും. അപ്പോൾ ആ ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും. അതേ തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം ചെയ്യേണ്ടത് ആദ്യം, പിന്നെ ചെയ്യേണ്ടത് പിന്നെ എന്നുള്ള രീതിയിൽ തന്നെ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, അതും ഒരു വ്യക്തിയുടെ സോഫ്റ്റ് സ്കില്ലാണ്. അതും നമ്മളിപ്പോൾ പഠിച്ച് നേടിയെടുക്കാൻ പറ്റുന്നൊരു സ്കില്ലൊന്നുമല്ല, പകരം എന്താണ് അയാൾക്ക് ഓൾറെഡി അയാൾ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ക്രിയേറ്റിവിറ്റി, ചെയ്യുന്ന വർക്കുകളെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, പുതിയ കാര്യങ്ങൾ, ഇന്നൊവേഷൻ ആൻഡ് ഇനീഷ്യേറ്റീവ് ആവുക എപ്പോഴും എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി എന്ന പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ ഇങ്ങനെ ചെയ്തു പോവാതെ പകരം പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഷെയർ അതിൽ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് ജോബ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ അല്ലാതെയും നമ്മളെ വർക്കിൽ ഏറ്റവും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ മാറ്റത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള പോയിന്റിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും പോയിന്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ പോയിന്റുകൾ, എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയുടെ പോലെ തന്നെ എത്തിക്കലി വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ എത്തിക്കൽ ഓരോ വർക്ക് ചെയ്യുന്ന ഒരാളെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു വർക്കിനെ നമുക്ക് നല്ല രീതിയിലും ചെയ്യാം, ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലും ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യുക, അതായത് എത്തിക്കൽ വേയിലൂടെ ആ വർക്ക് ചെയ്യുക, ഒരിക്കലും അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ അതിൽ കാണിക്കാതിരിക്കുക എന്ന് പറയുന്നതും എന്താണ്
ഒരു തരം സ്കില്ല് തന്നെയാണ്. അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്കില്ലാണ്. ദെൻ ഫ്ലെക്സിബിൾ ആവുക, നമ്മൾ മാറ്റങ്ങളോട് പെട്ടെന്ന് അഡാപ്റ്റ് ആവുക, ഇതൊക്കെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റ് സ്കില്ലുകളാണ് പറഞ്ഞത്. ഇത് കൂടാതെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ പ്രൊഫഷണൽ സ്കില്ലുകളും സോഫ്റ്റ് സ്കില്ലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സോഫ്റ്റ് സ്കില്ല്, ഹാർഡ് സ്കില്ല് എന്നുള്ള ഡിഫറൻസ് മനസ്സിലായ ഓരോ പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് സോഫ്റ്റ് സ്കില്ലാണ്, ഇത് ഹാർഡ് സ്കില്ലാണ്. നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഓരോ. ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടാലിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹാർഡ് സ്കില്ലാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിയോട് ഭയങ്കര എമ്പതറ്റിക്കലിയാണ് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകളുടെ ഭാഗമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പ്രൊഫഷണലിസം എന്ന് പറയുന്നതിൽ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സ്കില്ലുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് സ്കില്ലിനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് ത്രൂ 1 or 2 or more പീപ്പിൾസ്, അങ്ങനെയായിരിക്കാം. ഓർ ത്രൂ അവർ സെൽസ്, നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം. എന്തോ ആവട്ടെ, ഇൻഫർമേഷൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. സോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ആക്ട് ഓഫ് ഗിവിങ്, റിസീവിങ് ആൻഡ് ഷെയറിങ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷനുകളെ അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുക, അല്ലെങ്കിൽ പരസ്പരം അതിനെ ഷെയർ ചെയ്യുക, ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നതൊക്കെ എന്താണ്, കമ്മ്യൂണിക്കേഷനാണ്. ദാറ്റ് മേ ബി വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ എക്സെട്ര. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ വേർഡ്സിലൂടെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് എ യൂസ് ഓഫ് വേർഡ്സ് ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് അതർ പീപ്പിൾസ്. നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സെൻറ്റൻസുകളായിട്ടോ കുറച്ച് വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഈ വെർബലിൻ്റെ ഉള്ളിൽ തന്നെ വരും മേ ബി നമ്മളുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ ശരിക്കും വെർബലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനായിട്ടും വരുന്നതാണ്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നും പറയാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ത്രൂ വേർഡ്സ് അല്ല, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ ആക്ഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ തന്നെ ചില ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ടും കാലുകളൊക്കെ ഓരോ ആക്ഷൻസ് കാണിച്ചിട്ട് സംസാരിക്കും. അതും എന്താണ്, ഒരു തരം കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അവിടെ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ചിലപ്പം അത് ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബലാകുമ്പോൾ, വെർബലാകുമ്പോൾ മറ്റുള്ള ആളുകൾക്കും അത് മനസ്സിലാവും ഈസി ആയിട്ട്. പക്ഷേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് വ്യക്തികൾക്ക്, സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് മാത്രമേ ചിലപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് എന്താണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതാണ് നോൺ വെർബലും വെർബലും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുന്നത്, ഇപ്പോൾ ലെറ്ററായിട്ട് നോട്ടീസായിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പോസ്റ്റർ നിങ്ങൾ ഇറക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു നോട്ടീസ് കോളേജിൽ നിന്ന് തരുന്നു, അതൊക്കെ എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ടെലിവിഷനിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വായിച്ചെടുക്കുന്നത്, അതൊക്കെ എന്താണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്, ഓർ ഗിവിങ്, റിസീവിങ് ആൻഡ് ഷെയറിങ് ഇൻഫർമേഷനെയാണ് വിത്ത് അതർ പീപ്പിൾസ് ഓർ അവർ സെൽഫ് ആണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, നമ്മളുടെ പ്രൊഫഷണലായി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്, അതിനെയാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ encompasses written, oral, visual and digital communication within a workplace context. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ, ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആയിരിക്കാം, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഓറൽ ആയിരിക്കാം, വിഷ്വൽ ആയിരിക്കാം, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഇന്നത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, റിട്ടണേക്കാളും അല്ലെങ്കിൽ റിട്ടണും ഓറലും വിഷ്വലും എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വർക്ക് പ്ലേസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു നോട്ടീസ് കൊടുക്കുന്നത്, ഒരു നോട്ടീസ് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് കൊടുക്കുന്നത് വർക്ക് പ്ലേസിലെ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അത് എഴുതി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഒരു കോളേജിൽ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്, നിങ്ങൾക്ക് എന്തായിരിക്കും, ഫീസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അനൗൺസ് ചെയ്യുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണലായി നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഇതിലുള്ളൂ ഈ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുള്ളൂ. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എങ്ങനെയായിരിക്കും,
എന്തെങ്കിലും ഒരു വിഷ്വൽ എയ്ഡ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരിക്കും പല സ്ഥലങ്ങളിലും ഈ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ കാണാം ലേഡീസിനും ജെൻസിനും എന്താണ് ജസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. മുന്നേ ഇപ്പോൾ നമ്മൾ ജെൻസ് ലേഡീസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിന് പകരം ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചില പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ കുറേ ഹോട്ടൽസിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ കാണും ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ട് 2 പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട്. അതൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് ലേഡീസിനാണ്, ഇതിൽ ജെൻസിൻ്റെ ആണ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളതാണ് അത് വർക്ക് പ്ലേസിലുള്ള ഒരു തരം കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അതിനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ നമ്മൾ പോയിന്റ് എന്നേ പറയാൻ പറ്റില്ല, ഒരു വ്യക്തി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു ഇമെയിൽ അയക്കുന്നത് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അവിടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും അത് ഒരു പോയിന്റിലിരുന്നത് ഇന്ന സ്ഥലത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വർക്ക് പ്ലേസിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അയാൾ വീട്ടിലിരുന്നിട്ടാവും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അത് ഫോർമലാണ്. ബിക്കോസ് എന്താണ്, അയാൾ ജോലി സംബന്ധമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഫോർമൽ എന്ന് പറയുന്നത്. എനിവേ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓർ ഡിഫറെൻറ്റ് പോയിന്റ്സ്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിജിറ്റൽ ഡിവൈസിലേക്കോ നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു സിംഗിൾ മെയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളിലേക്ക് മാത്രം അയക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മെസ്സേജ് തന്നെ നിങ്ങളൊരു ഒരു മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ വ്യക്തിക്കായിരിക്കും ചിലപ്പോൾ അയക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനായിരിക്കും, അല്ലെങ്കിൽ 1-2 കൂടുതൽ ഗ്രൂപ്പുകളിലേക്കായിരിക്കും, അതിൽ കൂടുതൽ ആളുകളിലേക്കായിരിക്കും. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ത്രൂ എ ഡിജിറ്റൽ ഡിവൈസ്. അത്രയേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓർ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ത്രൂ എ ഡിജിറ്റൽ ഡിവൈസ്. അത് മൊബൈൽ ഫോണോ എന്താ പറയുക കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ പേഴ്സണൽ സിസ്റ്റംസോ അങ്ങനെ എന്ത് യൂസ് ചെയ്തിട്ടോ ആവാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പോയിൻ്റാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ത്രൂ യൂസ് ഓഫ് വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. യൂസ് ഓഫ് വേർഡ്സ് ടു കൺവേ എ മെസ്സേജ്. ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുന്ന ഒരു തരം വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ്. അത് എന്തുവാണ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇറ്റ് മേ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ്. ഇവിടെ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനെ 2 തരത്തിൽ പറയാൻ പറ്റും. ഒന്ന് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻ്റർപേഴ്സണൽ. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ രണ്ടിൽ കൂടുതലല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരിക്കും. ഇൻ്റർപേഴ്സണലിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും പബ്ലിക് സ്പീക്കിങ്ങിൽ. ഓക്കെ, അത് രണ്ടും സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. കാരണം നിങ്ങൾക്ക് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നിങ്ങൾ ആരാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ, അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് പബ്ലിക് സ്പീക്കിങ്ങിന്. ഒരു പൊളിറ്റീഷ്യൻ നിന്നിട്ട് ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും, ഡിഗ്നിറ്ററീസ് ആയിട്ട് ഒരുപാട് ആളുകൾ അത് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അത് കേൾക്കാനിരിക്കുന്ന ആളുകളും ഈ ഒരു പൊളിറ്റീഷ്യനും തമ്മിലൊരു പേഴ്സണൽ റിലേഷൻ, അവർ തമ്മിൽ പരസ്പരം അറിഞ്ഞോളണമെന്നൊന്നും ഈ പൊളിറ്റീഷ്യനെ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പൊളിറ്റീഷ്യൻ എന്തുണ്ടായിരിക്കില്ല, തിരിച്ച് അയാളെ ആ വ്യക്തികളെ അവരുടെ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് അറിഞ്ഞോളന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, പബ്ലിക്കിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസാണ് വെർബലിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇൻ്റർപേഴ്സണൽ എന്താണെന്ന് നോക്കാം. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് ബിറ്റ്വീൻ 2 or more പീപ്പിൾസ്, ബട്ട് ദീസ് പീപ്പിൾസ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. അവർക്ക് പരസ്പരം അറിയുന്ന വ്യക്തികൾ തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 2 അതിൽ കൂടുതൽ ആളുകളായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുള്ളവരായിരിക്കും. അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് വയ്ക്കാം. ദെൻ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് സിംപ്ലി ആൻ ഓറൽ പ്രസൻറ്റേഷൻ ഓർ സ്പീച്ച് ഡെലിവേർഡ് ടു എ ലൈവ് ഓഡിയൻസ് ഓർ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നേരിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ റെപ്രസെൻറ്റ് ചെയ്ത് കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ സ്റ്റേജിൽ താഴെ ഇരുത്തി അതിൽ നിന്ന് അവരുടെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു പൊളിറ്റീഷ്യൻ സംസാരിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആയിട്ട്, അതേപോലെ തന്നെ
ഒരു രണ്ടോ മൂന്നോ വ്യക്തികൾ പരസ്പരം അറിയാവുന്ന 2-3 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. രണ്ടിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ഫൈനൽ വണ്ണാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓവർ പോയിന്റ് ടു പോയിന്റ് ഓർ പോയിന്റ് ടു മൾട്ടി പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പോൾ ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഒന്നിലധികം പോയിന്റിലേക്കോ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ത്രൂ എ ഡിജിറ്റൽ ഡിവൈസ്, അവിടെ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്നു. ഇത്രയും നമ്മൾ പഠിച്ച കമ്മ്യൂണിക്കേഷനിലെല്ലാം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ക്വിക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മളൊരു ലെറ്റർ അയക്കുന്നതും ഒരു ഇമെയിൽ അയക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഒരുപാടുണ്ട്. അവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റും അതേപോലെ തന്നെ ടൈമുമാണ്. ഇത് രണ്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡിജിറ്റൽ ഡിവൈസിലൂടെ ആയിരിക്കും. ഓക്കെ, പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രോബ്ലംസും ഉണ്ട്. ചിലപ്പോൾ ഓവർ ഡാറ്റ വരാനുള്ള സാധ്യതകളുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻ ആണെങ്കിൽ പോലും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബുക്കിൽ കൂടുതൽ പഠിക്കാനുള്ളതും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെയാണ്. ഓക്കെ, അത്രയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ it's a quick and efficient way of communication in this era. ഈ ഒരു പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓവർ എ പോയിന്റ് ടു പോയിന്റ് ഓർ പോയിന്റ് ടു മൾട്ടി പോയിന്റ് ത്രൂ എ ഡിജിറ്റൽ ഡിവൈസ്. ഓക്കെ, അതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ലാസ്റ്റ് പറയുന്ന പോയിന്റ്. ഫാക്ടേഴ്സ് ഓഫ് ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവിടെ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അതിന് ഇമ്പ്രൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് വൈഡ് റീഡിംഗ് എന്ന് പറയുന്ന പോയിൻ്റാണ്. Wide reading improves vocabulary and helps to express ideas more clearly. It also eliminates weakness in language skill. It will be useful to read things relevant to the field. Example, business text, newspaper and publication. നമുക്ക് ഒരുപാട് വായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ആ ഒരു കാര്യത്തിനെ പറ്റി അറിയാനും അതേപോലെ തന്നെ എറേഴ്സ് വരാനൊക്കെയുള്ള സാധ്യത കുറവാണ്. നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. നമുക്ക് കൂടുതലായിട്ട് വായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽ, ഒരാൾ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള അയാളെ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് വൺ വരുന്നൊരു ഫാക്ടർ. ദെൻ സെക്കൻഡ് വണ്ണാണ് പ്രിപ്പറേഷൻ. Preparation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് വിത്ത് അഡിക്വേറ്റ് പ്രിപ്പറേഷൻ. ഓൾസോ പ്രിപ്പയർ ഫോർ ട്രിക്കി ക്വസ്റ്റ്യൻസ് ടു മേക്ക് എ പ്രസൻറ്റേഷൻ ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾവേസ് ട്രൈ ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒരു കാര്യം പറയുന്ന പോലെയല്ല. ആ ലെറ്റർ നമ്മളൊരു ഫോർമൽ വേയിൽ എഴുതുമ്പോൾ കൃത്യമായിട്ടൊരു പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളൊരു ലെറ്റർ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കറക്റ്റായിട്ട് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ കുറേ മുൻകരുതലുകൾ എടുക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന വേയിലൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്, ഇന്ന രീതിയിലായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നടത്തിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തും എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ ലിസൺ കെയർഫുള്ളി. ഓക്കെ, listening more and talking less proves to be very effective to improve verbal communication. This helps people to trust us and show them the way that we understand their needs. When they speak, make an eye contact. It shows our interest in them. അതേപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിലാണെങ്കിൽ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് മാത്രമല്ല, തിരിച്ചത് കേൾക്കുകയും ചെയ്യും. അപ്പോൾ അത് പറയുന്ന ആളുകളുണ്ടാവും, കേൾക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തിനെ ഏറ്റവും കൃത്യമായിട്ട് രീതിയിൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് മറ്റൊന്ന്. അപ്പോൾ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ എന്താണോ ആ കാര്യം, എന്താണോ പറയുന്നത്, ആ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക. അതേപോലെ തന്നെ ഐ കോണ്ടാക്ട് നടത്താൻ പറ്റും. എല്ലാ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സിലും അത് ഇൻക്ലൂഡഡ് അല്ലെങ്കിലും ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിലും അതേപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഐ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് പറയുന്ന സമയത്ത് നമ്മളതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു സ്പീച്ച് നടത്തുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ഫാക്ടറായിട്ട് വരുന്നത്. നമ്മൾ കാര്യങ്ങൾ കേൾക്കാൻ, ലിസണർ ആ കാര്യം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനും പറ്റും. അതേപോലെ തന്നെ അയാൾക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയാളത് കേട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ്. Then fourth one, body language. For clear, accurate and thoughtful communication, one should make sure that his words, tone, gestures, facial expressions and body language go with the conversation. അതേപോലെ തന്നെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചാൽ മാത്രം പോരാ, പകരം നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ടോണ്, അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ചില എക്സ്ട്രാ ആക്ഷൻസോ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അതാവും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അത്തരത്തിൽ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിന്. ദെൻ നെക്സ്റ്റ് വൺ, തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്പീക്കറാണെങ്കിലും ലിസണറുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിവുണ്ടെങ്കിൽ അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ദെൻ സ്പീക്ക് വിത്ത് കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കുക. നമ്മളൊരു പബ്ലിക്കിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കവിടെ എന്ത് വേണം, കോൺഫിഡൻസ് വേണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് തന്നെ വരും എന്നുള്ളതാണ് ശരിക്കും പറയുക. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് വെൽ പ്രിപ്പയർഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും, തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടാവും. അത്തരത്തിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നോൺ വെർബലിനേക്കാളും ശരിക്കും വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ആവശ്യമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധേഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളങ്ങനെ കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, തിരിച്ച് ആ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മൾ കോൺഫിഡൻസ് ആണോ അല്ലേ എന്നുള്ളത് ശരിക്കും ലിസണർക്കും മനസ്സിലാവും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് എത്രത്തോളം നമ്മളെ അത് എന്താ പറയുക, നമ്മളെ ബോഡി ലാംഗ്വേജ്, അതേപോലെ തന്നെ നമ്മളെ ഒരു വോയിസ്, ശരിക്കും നമ്മളെ വോയിസിലൊക്കെ നല്ല ഡിഫറൻസ് വരും. നമ്മളെ വോയിസിൻ്റെ ടോണിൽ ആ ഒരു പഞ്ചിലൊക്കെ മാറ്റങ്ങൾ വരും നമ്മൾ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ദെൻ ഫൈനൽ വൺ, ഡെവലപ്പ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഗുഡ് കമ്മ്യൂണിക്കേറ്റർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഹാർഡ് ഓർ ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഗുഡ് ലിസണർ എന്ത് ചെയ്യും, ശ്രമിക്കും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അല്ലെങ്കിൽ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ശ്രമിക്കും, അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അയാൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതും മറ്റൊരു ഫാക്ടറാണ്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കൂടുതലായിട്ട് വായിക്കുക, അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യുക, അതേപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക, നമ്മളെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ലിസണറിന് എങ്ങനെയാണ് ആ കാര്യം മനസ്സിലാക്കാനുള്ള എബിലിറ്റി എന്ന് നമ്മൾ ചിന്തിക്കുക. ദെൻ കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് നമ്മളെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു വേ എഴുതി തരുന്നുണ്ട്, ഈ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട്. ഇത്രയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകളെ പറ്റി പറഞ്ഞു. ദെൻ പ്രൊഫഷണലിസത്തിൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. 2 തരത്തിൽ, വെർബൽ കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രൊഫഷണൽ പ്രസൻറ്റേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ, താങ്ക് യു.